നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ രഹസ്യമായി ഒരു കുഞ്ഞിനെ മറവു ചെയ്ത സംഭവം ഇന്ന് കേരളം ചർച്ച ചെയ്യുകയാണ്. ഇത് സംബന്ധിച്ചുള്ള ദുരൂഹതകൾ ഇനിയും വിട്ടുമാറിയിട്ടില്ല. സ്പോട്ട് ലൈവ് ഇന്ന് ഈ വിഷയം ആഴത്തിൽ പരിശോധിക്കുന്നു. ഒപ്പം മറ്റു ചില സുപ്രധാന വാർത്തകൾ കൂടി സ്പോട്ട് ലൈവ് ഇന്ന് പരിഗണിക്കുന്നു. എല്ലാവർക്കും സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ രഹസ്യമായി മറവു ചെയ്ത നവജാത ശിശുവിൻ്റെ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായില്ല. മൃതദേഹം ജീർണിച്ച നിലയിലായിരുന്നു എന്നതാണ് ഇതിന് കാരണം. രഹസ്യമായി മറവു ചെയ്യുന്നതിന് മുമ്പ് കുഞ്ഞിനെ സൂക്ഷിച്ചിരുന്നത് ടെറസിൻ്റെ സൺഷെയ്ഡിലായിരുന്നു എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കുഞ്ഞ്. പ്രസവശേഷമാണ് ഗർഭിണിയായിരുന്നു എന്ന കാര്യം യുവതി തൻ്റെ ആൺസുഹൃത്തിനെ അറിയിക്കുന്നത്. വിവരം അറിയുമ്പോൾ അറസ്റ്റിലായ കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു ആൺസുഹൃത്ത്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് നമുക്ക് നൽകും. ശരണ്യ, ഈ കുഞ്ഞ് എങ്ങനെ മരിച്ചു എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിൽ അത് വ്യക്തമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇനി പോലീസ് എങ്ങനെ നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്? മനു, സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഇനി മുന്നോട്ട് പോകേണ്ടി വരുന്ന സാഹചര്യമാണ്. കാരണം പോസ്റ്റ്മോർട്ടത്തിൽ അത്തരത്തിൽ ഒരു ഫൈൻഡിങ്സിലേക്ക് എത്താനായി ഫോറൻസിക് വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. അതായത് കുട്ടിയുടെ മൃതശരീരം ജീർണിച്ച അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് വഴിയാണ് കുട്ടി മരണപ്പെട്ടതെന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. അത്തരത്തിൽ ഫോറൻസിക് വിഭാഗം ആ പോസ്റ്റ്മോർട്ടം നടപടികളിലൂടെ ഈ മൃതദേഹത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ കുട്ടി കൊല്ലപ്പെട്ടതാണോ അല്ലെങ്കിൽ മറ്റേത് രീതിയിൽ മരണപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കാനായി കഴിയാത്ത സാഹചര്യമാണ്. അത്തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് പോലീസിന് കൈമാറിയിട്ടുള്ളതും. ഇന്ന് വൈകിട്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് കൈമാറുന്നതാണ്. ഒപ്പം തന്നെ അതായത് സാധാരണ നമുക്കറിയാം കുറച്ച് ദിവസം എടുത്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈമാറുന്നത്. പക്ഷേ ഇന്ന് വൈകിട്ട് തന്നെ അടിയന്തരമായി പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോറൻസിക് വിഭാഗത്തിൽ നിന്ന് കൈമാറും. ഒപ്പം തന്നെ കഴിഞ്ഞ കുറച്ചു നേരങ്ങൾ, അതായത് ഏകദേശം 2 മണിക്കൂർ മുമ്പാണ് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ആരംഭിച്ചിരുന്നത്. എന്തായാലും അത് പൂർത്തീകരിച്ച ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി മരണപ്പെട്ടതാണോ, അതായത് പ്രസവ സമയത്ത് മരണപ്പെട്ടതാണോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്തെങ്കിലും കൊലപാതകമാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ സംശയം നിഴലിച്ചു നിൽക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തണമെങ്കിൽ പ്രധാനമായും വേണ്ടത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കഴിഞ്ഞ ദിവസം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ടായിരുന്നു. ആൺസുഹൃത്തിൽ നിന്ന് പോലീസിന് എന്തുതരം വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഈ പുരുഷ സുഹൃത്ത് പോലീസിനോട് എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുകയോ വെളിപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ? മാത്രമല്ല, ഇവരുടെ മൊത്തത്തിലുള്ള മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പോലീസിൽ നിന്ന് ശരണ്യയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? മനു, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇനി നിർണായകമാകാൻ പോകുന്നത് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഈ കുട്ടിയുടെ അമ്മയെ അടക്കം ഇനി ചോദ്യം ചെയ്യേണ്ടതായി ഉണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ റിമാൻഡിലാണ് എങ്കിൽ പോലും ആശുപത്രിയിൽ അവർ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ ഈ അമ്മയിൽ നിന്നും തേടേണ്ട വിവരങ്ങൾ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത് ഈ കേസിനകത്ത്. കാരണം ഇപ്പോൾ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളിനകത്ത് മറ്റ് കണ്ടെത്തലുകളിലേക്ക് പോകാൻ കഴിയാത്തിടത്തോളം സാഹചര്യ തെളിവുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് ആ രീതിയിൽ തന്നെ പോലീസിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ ആരോഗ്യസ്ഥിതി മോശമുള്ള അമ്മ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിനകത്ത് കൂടുതൽ വിവരങ്ങൾ ഇനി പോലീസിന് ലഭ്യമാവുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം 7-ാം തീയതി പുലർച്ചെയാണ്, പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം 7-ാം തീയതി പുലർച്ചെയാണ് ഈ കുട്ടി പ്രസവം നടന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭ്യമായ വിവരം കുട്ടിയുടെ മൃതശരീരം ടെറസിൽ സൺഷെയ്ഡിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ലഭ്യമായ വിവരം. മാത്രമല്ല ഒരു കിറ്റിനകത്തായിരുന്നു കുട്ടിയുടെ മൃതശരീരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഈ ആൺസുഹൃത്തിനെ കൈമാറിയിട്ടുള്ളത്. ആൺസുഹൃത്തെ പോലീസിനോട് ആവർത്തിച്ചു പറയുന്നത് കുട്ടി മരണപ്പെട്ടതിന് ശേഷമാണ് തന്റെ കയ്യിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അത് ഈ ആൺസുഹൃത്ത് ഇപ്പോൾ അറസ്റ്റിലായുള്ള ഈ കേസിൽ 3 പേരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. അതായത് ഈ പെൺകുട്ടി, ഒപ്പം തന്നെ ആൺസുഹൃത്ത്, ഒപ്പം ഈ ആൺസുഹൃത്തിന്റെ കൂട്ടുകാരൻ. ഈ തകഴി സ്വദേശിയായ ആൺസുഹൃത്തിന്റെ കൂട്ടുകാരന്റെ വീടിനടുത്താണ് കൊല്ലനോടി പാടശേഖരത്തിന്റെ വരമ്പിലായിരുന്നു ഈ കുട്ടിയുടെ മൃതദേഹം അടക്കം ചെയ്തതായി കണ്ടെത്തിയിരുന്നത്. പിന്നീട്
അവിടെ നടത്തിയ പരിശോധനയിലാണ് ഇന്നലെ വൈകിട്ടോടു കൂടി പോലീസ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇത്തരത്തിൽ അങ്ങനെ മറവ് ചെയ്തതിന് ശേഷവും 3 ദിവസമായി ഈ ആൺ സുഹൃത്ത് അവിടെ തന്നെ അതായത് കൂട്ടുകാരന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മാത്രമല്ല പോലീസ് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ സുഹൃത്ത്, അതായത് ഈ ആൺ സുഹൃത്തിന്റെ കൂട്ടുകാരൻ നൽകിയിരിക്കുന്ന മൊഴി ബോധരഹിതനായി, അതായത് യുവതി പ്രസവിച്ചു എന്നുള്ള വിവരം ആൺ സുഹൃത്തിനെ വിളിച്ച് അറിയിച്ച ഘട്ടത്തിൽ തന്നെ അയാൾ ബോധരഹിതനായി വീണു എന്നുള്ളതാണ്. ഒപ്പം തന്നെ അത്തരത്തിലൊരു സാഹചര്യം ആയതുകൊണ്ടാണ് താൻ കൂട്ടിന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതുമാണ്. മാത്രമല്ല ഈ മറവ് ചെയ്ത സ്ഥലത്ത് എല്ലാ ദിവസവും എത്തുകയും ചെയ്തിരുന്നു ഈ ആൺ സുഹൃത്ത് എന്നുള്ളതാണ്. അയാൾ അവിടെ നിന്ന് വിട്ടുപോകാൻ തയ്യാറാവാത്ത, അല്ലെങ്കിൽ ആ കുട്ടി മരിച്ച കാര്യത്തിൽ അത്ര അതീവ ദുഃഖിതനായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന അന്വേഷണ സംഘത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല ഈ ഗർഭാവസ്ഥയിലാണ് യുവതി എന്നുള്ള വിവരം ആൺ സുഹൃത്തിന് അറിയില്ലായിരുന്നു എന്നുള്ള കാര്യവും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ ഗർഭാവസ്ഥയിൽ ഈ പ്രസവം നടന്നതിന് ശേഷം മാത്രമാണ് ഈ വിവരം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പോലീസിനോട്, അത് ആവർത്തിച്ച് തന്നെ ആ മൊഴിയിൽ തന്നെയാണ് ആൺ സുഹൃത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. മാത്രമല്ല ഇങ്ങനൊരു സംഭവം നടന്നതിൽ അതീവ ദുഃഖമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയും തങ്ങൾ വിവാഹിതരാകാൻ വ്യക്തമാണ്. കാരണം ഈ പെൺകുട്ടിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഇതിൽ ഒരു കൃത്യമായ ഒരു ധാരണയിൽ എത്താൻ പോലീസിന് കഴിയൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പുരുഷ സുഹൃത്ത് പറയുന്ന വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പോലീസിന് മുന്നിൽ ഉള്ളത്. പക്ഷേ സ്വാഭാവികമായും ഒരു കുട്ടി ജനിക്കുന്നു, ആ കുട്ടിയെ വളരെ രഹസ്യമായി കൊണ്ടുപോയി കുഴിച്ചിടേണ്ട ഒരു സാഹചര്യമുണ്ടാകുന്നു. സ്വാഭാവികമായും അത് ഒരുപക്ഷെ സമൂഹം എന്ത് പറയും എന്നൊക്കെ കരുതിയുള്ള ഭയവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അനാവശ്യമായ ആശങ്കകളും ഒക്കെ കൂടി കലർന്നതുകൊണ്ടാകണം അത്തരമൊരു നീക്കത്തിലേക്ക് പോയത്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നത്, ഈ കൊലപാതകം നടന്നു എന്ന തരത്തിൽ സംശയിക്കാൻ എന്തെങ്കിലും തെളിവുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സൂചനകൾ, സംശയം ഒക്കെ പോലീസിന് ഏത് തരത്തിലാണുള്ളത്? നിലവില് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പോലീസിന് ഇവർ നൽകിയിട്ടുള്ള മൊഴി, അതായത് ഈ പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകളാണ് ഈ നിലവിൽ ഈ കേസിൽ പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. മാത്രമല്ല മൃതദേഹം അറിയാതെ, അതായത് രഹസ്യമായി മറവ് ചെയ്തു എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഈ 3 പേർക്കെതിരെയും ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടി മരണപ്പെട്ടത് എങ്ങനെയെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ഇന്നലെ ജില്ലാ പോലീസ് മേധാവി തന്നെ പറഞ്ഞത് ശാസ്ത്രീയമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അത്തരത്തിൽ മരണവിവരം സ്ഥിരീകരിക്കാനാവുകയുള്ളൂ, ഏത് രീതിയിലാണ് മരണപ്പെട്ടതെന്ന് സ്ഥിരീകരിക്കാനാവുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പോസ്റ്റ്മോർട്ടത്തിൽ അത്തരത്തിൽ എങ്ങനെയാണ് എന്നുള്ളതിനേക്ക് ഒരു ഫൈൻഡിങ്സിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നില്ല, ഫോറൻസിക് വിഭാഗത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടി എന്ന ഡോക്ടർ കൃഷ്ണൻ ബാലേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചെയ്തത്. പ്രഗത്ഭരായ ഒരു ടീം തന്നെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആ പോസ്റ്റ്മോർട്ടം നടപടികളുമായി മുന്നോട്ട് പോയത്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുട്ടിയുടെ മൃതദേഹം 7-ാം തീയതിക്ക് ശേഷം ഇന്നലെയാണ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജീർണാവസ്ഥയിലുള്ളത് കൊണ്ട് ആ ഒരു ഫൈൻഡിങ്സിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും സാഹചര്യ തെളിവുകൾ ഈ കേസിൽ വളരെ നിർണായകമാണ്. ഇനി പോലീസ് ആ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കേസിൽ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതിൽ അമ്മയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുക എന്നുള്ളത് തന്നെയാണ് പ്രഥമ പരിഗണനയിലുള്ളതും. യെസ് ശരണ്യ, ഇതിൽ ഒരു കാര്യം നമുക്കറിയാം, സ്വാഭാവികമായും ഇത്തരം കേസുകൾ വിചാരണയ്ക്ക് വരുമ്പോൾ അത് കോടതിയിൽ എത്തുമ്പോൾ അവിടെ ഒട്ടനവധി വിഷയങ്ങൾ ഉയർന്നു വരും. അതിൽ ഏറ്റവും സുപ്രധാനമായത് ശരണ്യ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടെങ്കിൽ പോലീസിന് അത്, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് അത് ഗുണകരമാകും. അതേസമയം ഇത് കൃത്യമായി ഒരു ശാസ്ത്രീയ തെളിവിലൂടെ പറയാൻ കഴിയുന്നില്ല എന്നത് പ്രോസിക്യൂഷന് ഒരു ദൗർബല്യമായി ഈ വിചാരണ വേളയിൽ വരികയും ചെയ്യും. അപ്പോൾ പോലീസ് ഇനി ഈ കേസിൽ സ്വാഭാവികമായും ഈ ആളുകളുടെ മൊഴികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനാണോ, അതോ മറ്റെന്തെങ്കിലും മാർഗം ഇനി പോലീസിന് മുന്നിൽ ഉണ്ടോ? ശരിക്കും ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയ കേസ് തന്നെയാണ്. കാരണം ഒന്ന്, എന്തുകൊണ്ട് ഇവരിത് മറച്ചു വെച്ചു എന്നുള്ളത്. ഈ കേസ് ആദ്യം തന്നെ ആശുപത്രിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഈ പെൺകുട്ടി പറഞ്ഞത് കുട്ടി എവിടെ എന്നുള്ള സ്വകാര്യ ആശുപത്രിയിലെ ചോദ്യത്തിനിടയിൽ പെൺകുട്ടി നൽകിയ മറുപടി എന്ന് പറയുന്നത് ആദ്യം അമ്മത്തൊട്ടിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നുള്ളതായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അമ്മത്തൊട്ടിൽ നിന്ന് മാറി കുട്ടി മരിച്ചുപോയി എന്നുള്ള വിവരം കൈമാറുന്നത്. അപ്പോൾ പറഞ്ഞ മൊഴികൾ ആദ്യം തന്നെ ഒരു വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഉണ്ടായ
ഉണ്ടായിരുന്ന പോലീസ്, ആ ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്ന പോലീസിൽ മുമ്പ് സേവനം അനുഷ്ഠിച്ചിരുന്ന ചില ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു, PRO വിഭാഗത്തിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരാണ് പൂച്ചക്കൽ പോലീസിന് ഈ വിവരം കൈമാറുകയും അവരെത്തി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ മൊഴികളിൽ ആദ്യം തന്നെ ഒരു വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. ആ വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്തത്. പക്ഷേ വളരെ പ്രായം കുറഞ്ഞ രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. ഈ 22ഉം 23ഉം വയസ്സുള്ള രണ്ടുപേർ അവരെടുത്തൊരു ഡിസിഷൻ, അത് എന്താണ് ഈ പ്രസവത്തെ സംബന്ധിച്ച് ഈ ആൺസുഹൃത്തിന് അറിയില്ലായിരുന്നു എന്നുള്ള വിവരമാണ് പോലീസ് പറയുന്നത്. ആ ചോദ്യം ചെയ്തതിൽ നിന്ന് അതിനപ്പുറത്തേക്ക് ഒരു വിവരം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചത് ഒരു കാര്യത്തിലേക്ക് അവർക്ക് എത്താനൊന്നും കഴിയുന്നില്ല. കാരണം ആ രീതിയിൽ ഈ പറഞ്ഞ പോലെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനി ഈ കേസ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടും പോലീസ് FIR ഇട്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്, ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ച് ജീവിക്കാനായി തീരുമാനിച്ചിരുന്ന ആളുകളും ഒക്കെയാണ്. പിന്നെ ആ രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങൾ അവരുടെ ഇപ്പോൾ പോലീസിന് ഈ യുവതിയുടെ വീട്ടുകാരൊക്കെ നൽകിയിരിക്കുന്ന മൊഴി തങ്ങൾക്കൊന്നും ഇത് സംബന്ധിച്ച് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന അവിടുന്ന് ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അവരും ഈ റിസീവ് ചെയ്യുന്നതിന്, കുട്ടിയുടെ ബോഡി റിസീവ് ചെയ്യുന്നതിന് അവരും എത്തിയിട്ടുണ്ട്. പക്ഷെ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ കണ്ടാൽ അത്തരത്തിൽ ആ രീതിയിൽ മനസ്സിലാകില്ലായിരുന്നു എന്നുള്ളതാണ് അവരും വ്യക്തമാക്കുന്നത്. അത് ബന്ധുക്കളല്ല, ബന്ധുക്കൾക്ക് അപ്പുറത്തേക്ക് മറ്റ് ആ സ്ഥലത്തെ പ്രതിനിധീകരിച്ച് എത്തിയിട്ടുള്ള ആളുകളും ഒക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത് എങ്ങനെയാണ് ഇത്രയും ഒരു രഹസ്യ സ്വഭാവത്തിൽ ഇത് കൊണ്ടുപോയത് എന്നുള്ളതും ഈ ഫോറൻസിക് വിഭാഗത്തിൽ പഠിച്ചൊരു പെൺകുട്ടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ധൈര്യമാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇത് ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, പുലർച്ചെ ഒറ്റയ്ക്ക് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഇവർ രണ്ടുപേരും അവസാനം എത്തി നിൽക്കുന്ന മൊഴി പ്രസവ സമയത്ത് കുട്ടി മരിച്ചിരുന്നു എന്നുള്ളതാണ്. ശരണ്യ, ഇതിൽ ഒരു പ്രധാന കാര്യം, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കും. നമുക്കറിയാം, സ്വാഭാവികമായി ആളുകൾ ഒരു കുഞ്ഞിന് വേണ്ടി എത്രയധികം ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ആളുകൾ ഒരു കുഞ്ഞിനെ കിട്ടാൻ അവർക്ക് കഴിയാവുന്നതെല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഒരു കുട്ടി എന്നത് ഒരു കുടുംബത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഇവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവർ ഒരുപക്ഷെ ഇവർക്ക് അതിന് മറ്റ് പോംവഴികൾ ആരായാമായിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഇവർക്ക് മുകളിൽ ഉണ്ടായിരുന്നോ? അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരേണ്ടതല്ലേ? മനു, ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊതു സദാചാര ബോധം നമുക്ക് അറിയാമല്ലോ. ഈ പറഞ്ഞ രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ അവരുടെ മേലുണ്ടായിരുന്നിരിക്കണം. സ്വാഭാവികമായും അത് തന്നെയായിരിക്കും ഇത് പുറത്തേക്കൊരു പുറത്ത് വന്നാൽ ഏത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുമെന്നൊക്കെ ഉള്ള ഒരു ചിന്ത ആ രീതിയിൽ അവരെ ആ രീതിയിൽ ഭരിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അത്തരത്തിലുള്ള ചിന്തകളൊക്കെ തന്നെയാവും ഇങ്ങനെ ഒരു അപകടത്തിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ദുരന്ത സമാനമായ സാഹചര്യത്തിലേക്കോ കൊണ്ട് എത്തിച്ചത് എന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാവരിൽ നിന്നും ഇതൊക്കെ മറച്ചു വെക്കേണ്ട സാഹചര്യം വരുന്നു. ഇപ്പോൾ ഈ ആൺസുഹൃത്ത് നൽകിയിട്ടുള്ള മൊഴി പ്രകാരം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആൺസുഹൃത്തിന്റെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അവരെല്ലാവരും അതീവ ദുഃഖിതരായി തന്നെയാണ് കാണുന്നത്. ഈ രണ്ട് പേർ ഇവരെ എന്തുകൊണ്ട് ഇത് മറച്ചു വെച്ചു എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ ഒരു സമൂഹത്തിന്റെ സമ്മർദ്ദങ്ങളും. ഇനി പെൺകുട്ടിയുടെ വീട്ടുകാർ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പോലീസാണ് പരിശോധിക്കേണ്ടത്. കാരണം അവർ പോലീസ് നൽകിയിട്ടുള്ള മൊഴി അവർക്ക് ഇതിനെ സംബന്ധിച്ച് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. പ്രസവശേഷം ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞാണ് ആശുപത്രിയിലേക്ക് പോകാനടക്കം നിർബന്ധിക്കുന്നത് ഈ ആൺ സുഹൃത്താണ് എന്നുള്ള കാര്യം ഒക്കെ വിവരം ലഭ്യമാകുന്നത്. അതുകൊണ്ടാണ് അവർ എറണാകുളത്തേക്ക് ട്രീറ്റ്മെന്റിനായി പോവുകയും ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ കേസിനകത്ത് എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്കൊരു പൊതുബോധ്യത്തിന്റെ അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ സമൂഹം കാണുമെന്നുള്ള ഒരു ചിന്തയൊക്കെ ഇവരെ ഭരിച്ചിട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരുമിച്ച് ജീവിക്കാനായി തീരുമാനിച്ചിരുന്ന ആളുകളാണ് എന്നുള്ളതൊക്കെ പറയുമ്പോഴും അത് തന്നെയാണ് ആൺസുഹൃത്തും അവിടെ പോലീസ് സ്റ്റേഷനിലും ആവർത്തിച്ച് പറയുന്നത്. ഞങ്ങൾ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നവരാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നുള്ള രീതിയിലാണ് അവർ മറുപടി പറയുന്നത്. എന്തായാലും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്തേണ്ടതായ ഉത്തരവാദിത്തം അന്വേഷണ സംഘത്തിനുണ്ട്. അതിനുവേണ്ടി പരമാവധി വിവരങ്ങൾ തേടുക എന്നുള്ളത് മാത്രമാണ് ഇനി അവർക്ക് ചെയ്യാനാവുക. അതിന് പ്രധാനമായും ഈ പെൺകുട്ടിയിൽ നിന്ന് തന്നെയാണ്, യുവതിയിൽ നിന്ന് തന്നെയാണ് കൃത്യമായ വിവരങ്ങൾ തേടേണ്ടത്. അവരുടെ വീട്ടുകാരിൽ നിന്നുമൊക്കെ തേടേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളില്ല എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. ഈ ശരണ്യ, ഇതിലൊരു പ്രധാന സംശയം സ്വാഭാവികമായും വരുന്നത്, ഒരു പെൺകുട്ടി അവർ ഗർഭിണിയാകുന്നു, ആ വിവരം വീട്ടുകാർ അറിഞ്ഞില്ല എന്ന് പറയുന്നു. അത് അത്രയും കാലമൊക്കെ രഹസ്യമാക്കി വെക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? ഇത് വീട്ടുകാരോട് അല്ലെങ്കിൽ ബന്ധുക്കളോടൊന്നും ഇത് പറയുന്നില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്ത് അവർക്ക് അത്രയും ദൂരം മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നത് ഈ വീട്ടുകാർ
പറയുമ്പോൾ അത് വിശ്വസനീയമാണോ? അത് സംബന്ധിച്ച് അവരുടെ ഒരു മൊഴി അല്ലെങ്കിൽ അവർ നൽകുന്ന വിവരം പോലീസ് എത്രമാത്രം ആധികാരികമായാണ് എടുക്കുന്നത്? തീർച്ചയായിട്ടും അത് ആശുപത്രിയിലാണ് എന്നുള്ളത് ഒരു പരിമിതി പോലീസിന്റെ മുമ്പിൽ ഉണ്ട്. ആ രീതിയിൽ പരിമിതിക്കുള്ളിൽ തന്നെയാണ് അന്വേഷണ സംഘം നിൽക്കുന്നത്. അക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം, അതായത് ആശുപത്രിയിലുള്ള പെൺകുട്ടിയെ കൂടുതലായി ചോദ്യം ചെയ്ത് അവരുടെ വീട്ടുകാരെ അടക്കം, നിലവിലത്തെ ഇപ്പോൾ യൂട്രസിൽ അണുബാധ അടക്കമുള്ള വിഷയങ്ങളും ഈ പെൺകുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിമാൻഡിലാണെങ്കിൽ പോലും അതുകൊണ്ടാണ് ആശുപത്രിയിൽ തുടരുന്നത്. ആ വിവരങ്ങളെല്ലാം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഈ രീതിയിൽ കൃത്യമായ ഒരു ഫൈൻഡിങ്സിലേക്ക് പറ്റൂ. എന്തായാലും ഈ കേസിൽ ഇനി സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ശാസ്ത്രീയമായ തെളിവുകൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഈ മരണം എങ്ങനെയെന്ന് കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് ലഭ്യമാവുക. കാരണം ആ ഒരു കുട്ടിയുടെ അവസ്ഥ ജീർണിച്ച അവസ്ഥയായതുകൊണ്ട് തന്നെ എങ്ങനെ മരണം എന്നുള്ള ഒരു ഫൈൻഡിങ്സിലേക്ക് എത്താൻ അവർക്ക് ഫോറൻസിക് വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. യെസ്, വളരെ വ്യക്തമാണ്. ഏതായാലും ഇത്തരം സാഹചര്യങ്ങൾ ആരും ആഗ്രഹിക്കുന്നതല്ല. ഒരു കുട്ടി അവർ ഗർഭിണിയാകുന്നു, പിന്നീട് ആ കുഞ്ഞിനെ വളരെ രഹസ്യമായി കൊണ്ടുപോയി മറവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് സംബന്ധിച്ചുള്ള ഒട്ടനവധി ദുരൂഹതകൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഈ കുട്ടി എങ്ങനെ മരിച്ചു? അത് പ്രസവ സമയത്താണോ അതോ അതിനപ്പുറത്തേക്ക് അശ്രദ്ധ കൊണ്ടാണോ മറ്റ് എന്ത് കാരണം കൊണ്ടാണ് ഈ കുട്ടി മരിച്ചത് എന്ന് സംബന്ധിച്ച നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെ മരിച്ച കുട്ടി അതീവ രഹസ്യമായി കൊണ്ടുപോയി കുഴിച്ചിടേണ്ട സാഹചര്യം എന്തായിരുന്നു? എന്താണ് അവരെ ആ തരത്തിലേക്ക് നയിച്ച മനോവികാരം എന്നത് ഒരു ചോദ്യചിഹ്നമാകുന്നു. ഒപ്പം മറ്റാരുടെയെങ്കിലും സമ്മർദ്ദം, കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഈ കുട്ടികൾ അനുഭവിച്ചിരുന്നോ എന്നുള്ള കാര്യം കൂടി വളരെ വലിയ ചർച്ചാ വിഷയമാണ്. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തി അതിൻ്റെ സത്യാവസ്ഥ പുറത്തുവരും എന്നാണ് കരുതേണ്ടത്. ഏതായാലും ശരണ്യ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടി ആ ചികിത്സ പൂർത്തിയാക്കിയതിനു ശേഷം പോലീസിന് മൊഴി നൽകുമ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തമായൊരു ചിത്രം പോലീസിന് ലഭിക്കും എന്ന് വേണം കരുതാൻ. ഏതായാലും സ്പോട്ട് ലൈവ് ഇനി മറ്റൊരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. കൊച്ചിയിലെ BOT പാലത്തിൽ നിന്ന് കായലിലേക്ക് ചാടിയ യുവാവിനായി നേവി തിരച്ചിൽ ആരംഭിച്ചു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് സഫ്രാൻ കായലിലേക്ക് ചാടിയത്. കൂടുതൽ വിവരങ്ങൾ ഡാനി പോൾ നമുക്ക് നൽകും. ഡാനി പോൾ, ഒരു യുവാവ് കായലിലേക്ക് എടുത്തു ചാടുന്നു, അത് സംബന്ധിച്ചുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. എത്ര വേഗതയിൽ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നു? എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്? മനോജ്, തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെയാണ് ഈ വിദ്യാർത്ഥി കായലിൽ ചാടുന്നത്. ഇദ്ദേഹം മുഹമ്മദ് സഫ്രാൻ മട്ടാഞ്ചേരി ഗുജറാത്തി കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. BOT പാലത്തിൽ നിന്ന് താഴേക്ക് കായലിലേക്ക് അടുത്ത് ചാടുകയും ചെയ്യുന്നത്. പക്ഷേ പ്രാഥമികമായൊരു തിരച്ചിൽ ഇന്നലെ തന്നെ നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇന്നാണ് നേവിയുടെ അടക്കമുള്ളൊരു സഹായം തേടുന്നത്. നേവിയുടെ ഹെലികോപ്റ്റർ ഒരു നിരീക്ഷണ പറക്കൽ പലതവണ ഈ ഭാഗങ്ങളിൽ നടത്തുകയുണ്ടായി. ഏതെങ്കിലും രീതിയിലൊരു സൂചനകൾ സംബന്ധിച്ച് ഒഴുക്കിൽപ്പെട്ട് മുന്നോട്ട് പോയത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുമോ എന്ന് അറിയാനായിട്ട് നേവി നിരീക്ഷണ പറക്കലടക്കം നടത്തിയിരുന്നു. പക്ഷേ കാര്യമായ രീതിയിലുള്ളൊരു സാധ്യതകളിലേക്ക് അത് പോയിട്ടില്ല. കാരണം പ്രത്യേകിച്ച് വലിയ ആഴക്കൂടലുള്ള ഒരു പ്രദേശമാണ് ഇത്. ഒഴുക്ക് വരുന്നത്, പിന്നീട് വരുന്നത് കപ്പൽച്ചാലിലേക്ക് അടക്കം, അഴിമുഖത്തേക്ക് അടക്കം വലിയ രീതിയിൽ ഒഴുക്ക് ഉള്ള ഒരു പ്രദേശമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഒഴുക്കിൽപ്പെടുകയാണെങ്കിൽ ഇവിടേക്ക് ഈ BOT പാലത്തിൻ്റെ മധ്യത്തിൽ നിന്നായിരുന്നു താഴേക്ക് ചാടുന്നത്. ഈ ഭാഗത്ത് വലിയ ഒഴുക്ക് ഉള്ള ഒരു പ്രദേശം സ്ഥലം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒഴുക്കിൽപ്പെടാനുള്ളൊരു വലിയ സാധ്യതയുണ്ട്. വളരെ ദൂരം അത് ഒഴുകിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നേവിയുടെ നിരീക്ഷണ പറക്കലടക്കം ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഭാഗത്ത് ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു തിരച്ചിലെല്ലാം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ളൊരു സൂചനകളിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ സുഹൃത്തുക്കളുടെ മൊബൈലിലേക്ക് വാട്സപ്പ് സന്ദേശം ചെറിയ സന്ദേശം അയച്ചിരുന്നതായി പറയുന്നുണ്ട്. ജീവിതത്തിൽ അങ്ങേയറ്റം ഒറ്റപ്പെടുന്നു, അതുകൊണ്ട് ഇങ്ങനെ ഒരു ആത്മഹത്യയെക്കുറിച്ചടക്കം, ജീവിതം ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചടക്കം ചിന്തിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സന്ദേശം സുഹൃത്തുക്കൾക്ക് ഈ യുവാവ് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി എന്ന് സ്വയം തീരുമാനിക്കാൻ കാരണം എന്താണ്? ഇനി തനിക്ക്
കായലിലേക്ക് ചാടുകയല്ലാതെ മറ്റൊരു വഴിയും ജീവിതത്തിൽ മുന്നിലില്ല എന്ന് ഈ യുവാവിനിങ്ങനെ തോന്നാനുള്ളൊരു സാഹചര്യം എന്താണ് സംഭവിച്ചത്? മാത്രവുമല്ല, ഈ യുവാവിൻ്റെ ബന്ധുക്കളൊക്കെ ഇത് സംബന്ധിച്ച് എന്താണ് പറയുന്നത്? മനു സംബന്ധിച്ചൊരു വലിയ പ്രതികരണത്തിലേക്ക് കുടുംബാംഗങ്ങളൊന്നും തന്നെ തയ്യാറായിട്ടില്ല. ഈ ഒരു സന്ദേശത്തിൻ്റെ ഒരു ഉള്ളടക്കമാണ് സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ഒരു വേദനാജനകമായൊരു സന്ദേശം തന്നെയാണ്. കാരണം ജീവിതത്തിൽ ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ 19 വയസ്സാണുള്ളത്. ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും ഭാരപ്പെട്ട, നമുക്ക് വായിച്ചാൽ പങ്കുവയ്ക്കുമ്പോൾ തന്നെ മനസ്സിന് കനം തോന്നുന്ന രീതിയിലുള്ളൊരു സന്ദേശമാണ്. ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്ന രീതിയിലേക്ക് പറയുന്നത്. പലപ്പോഴും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ബന്ധുക്കളോ വീട്ടിലോ തന്നെ ഈ കാര്യങ്ങളൊന്നും പങ്കുവയ്ക്കാനില്ലാതെ അത്തരം വിഷാദത്തിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ളൊരു സന്ദേശം തന്നെയാണ് അതിൻ്റെ ഒന്ന് വായിച്ചെടുക്കാവുന്നതുള്ളത്. അപ്പോൾ അത്തരം ഒരു സന്ദേശം സുഹൃത്തുക്കൾക്ക് പങ്കുവെച്ചുകൊണ്ടാണ് അയാൾ ഈ രീതിയിലേക്ക് മാറുന്നത്, BOT പാലത്തിൽ നിന്ന് ചാടുന്ന സാഹചര്യത്തിലേക്ക് അടക്കം നീങ്ങുന്നു. അപ്പോൾ എന്തായിരുന്നു നേരിട്ട യഥാർത്ഥ വൈഷമ്യങ്ങൾ, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക സംഘർഷങ്ങൾ എന്നത് ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരും തന്നെയും പങ്കുവയ്ക്കുന്നില്ല. കാരണം അവർ അങ്ങേയറ്റം തന്നെ വിഷമത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു കൃത്യത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ്. ഈ ഇപ്പോൾ കായലിലേക്ക് ചാടിയിരിക്കുന്നു, ഈ ഒരു മണിക്കൂറുകളടക്കം കഴിഞ്ഞു പോന്നിരിക്കുന്നു. അതിൽ വലിയ രീതിയിലുള്ളൊരു പ്രതീക്ഷകളിലേക്ക്, വലിയ സൂചനകളിലേക്കല്ല കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് പരിപൂർണമായൊരു ബോധ്യം അവരിൽ എല്ലാവരിലും തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണ് ഒരു വിഷയം എന്നത് സംബന്ധിച്ച് അവരിലേക്കൊന്നും എത്തിയിട്ടില്ല. എന്തായാലും ഇത് സംബന്ധിച്ച ഇദ്ദേഹത്തെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നേവിയുടെ ഹെലികോപ്റ്റർ അടക്കം അവിടെ ഒരു നിരീക്ഷണ പറക്കലടക്കം നടത്തിയത്, തെരച്ചിലടക്കം നടത്തിയത്. മറ്റു തെരച്ചിലുകളും ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ വലിയ ആഴമേറിയ ഒരു ഭാഗമാണ്, വലിയ ഒഴുക്കുള്ളൊരു ഭാഗമാണ്. ഡാനി, ഈ ഒഴുക്കിൽ പെട്ടാൽ സ്വാഭാവികമായും അവിടെ നിന്ന് ഈ സഫ്രാൻ ഒഴുക്കിൽപ്പെട്ട സാഹചര്യത്തിൽ കുറച്ചുകൂടി മുന്നോട്ടേക്ക് നീങ്ങി ഒഴുകി അങ്ങ് പോകാനൊക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ കുറേ കൂടി വിസ്തീർണമായ ഒരു വിസ്തൃതിയുള്ളൊരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചാണോ പരിശോധന നടക്കുന്നത്? ഒഴുകി കുറേ കൂടി മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകൾ ഒക്കെ ഈ തെരച്ചിലിൻ്റെ ഘട്ടത്തിൽ ഉണ്ടോ? ആ രീതിയിലുള്ളൊരു കണക്കെടുപ്പിൽ തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. കാരണം നേവിയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലും ആ പ്രദേശമാകെ തന്നെയും പ്രാഥമികമായ രീതിയിൽ തന്നെ ഏതെങ്കിലും ഭാഗത്തേക്ക് ശരീരം നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നത് അനുസരിച്ചുള്ളൊരു അന്വേഷണമാണ് നടത്തിയത്. കാരണം BOT പാലം കഴിഞ്ഞ് പിന്നീട് വെണ്ടുരുത്തി പാലമെല്ലാം പിന്നിടുമ്പോൾ ആ ഭാഗത്തേക്കെല്ലാം തന്നെ ശക്തമേറിയ ആഴമേറിയൊരു ഭാഗമാണ്, വലിയ രീതിയിലുള്ള ഒഴുക്കുള്ള ഒരു പ്രദേശം കൂടിയാണ്. തുടർന്ന് അങ്ങോട്ട് നീങ്ങുകയാണെങ്കിൽ കപ്പച്ചാലിലെ ഒഴുക്കിലേക്ക് പെടുകയാണെങ്കിൽ അത് അഴിമുഖത്തേക്കടക്കം നീങ്ങിപ്പോകാനുള്ള വലിയ സാധ്യതയുണ്ട്. കാരണം ഇതിൽ നീന്തൽ അറിയാവുന്ന ഒരാൾക്ക് പോലും ആ ഭാഗത്ത് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്വയം തീരുമാനിച്ചിറങ്ങുന്ന ഒരാൾ ആ ഭാഗത്തേക്ക് ഒഴുക്കിൽപ്പെടുകയാണെങ്കിൽ അത് വളരെ ദൂരത്തേക്കും അടക്കം തന്നെ പോകാനുള്ള എല്ലാ സാധ്യതയും തന്നെയാണ് ഉള്ളത്. അവന് നമുക്കറിയാം, പണ്ട് അവിടെ കായലിൽ ചാടിയ, ആ ഭാഗത്ത് ചാടിയ യുവതിയെ രക്ഷിക്കാൻ അവിടേക്ക് ചാടിയിറങ്ങിയ ഒരു നാവികൻ്റെ ഒരു അവസ്ഥ, കായലിൽ ചാടിയവരെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും ആ നാവികനെ നാളിതുവരെയായിട്ടും എവിടേക്കെന്ന് പോലും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒഴുക്കും കാഠിന്യവും നിറഞ്ഞൊരു പ്രദേശമാണ്, ഒരു ഒഴുക്കുള്ളൊരു മേഖലയാണത്. അപ്പോൾ വലിയ രീതിയിലൊരു തെരച്ചിലടക്കം വേണ്ടി വരും. അത്തരം സന്നാഹങ്ങളോടുകൂടി തന്നെയാണ് പൂർണ്ണമായുള്ളൊരു തെരച്ചിൽ ഈ മേഖലയിലെല്ലാം തന്നെ തുടരുന്നതെങ്കിലും ഏതെങ്കിലും ഭാഗത്തേക്ക് തിരിയാനുള്ള, കായലിലേക്കടക്കം ഒഴുക്ക് തിരിയാനുള്ളൊരു സാധ്യതകളുണ്ട്. അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള വിശദമായ രീതിയിലൊരു തെരച്ചിലാണ് ഈ മണിക്കൂറുകളിലെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. യെസ്, അതാണ് ഡാനി പോളാണ് അതിൻ്റെ വിശദാംശങ്ങൾ, തിരച്ചിലിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഒരു 19കാരൻ തനിക്കിനി ജീവിതത്തിൽ മറ്റൊന്നും ഈ തൻ്റെ മുന്നിൽ ഒരു പോംവഴിയായില്ല, അത്രമാത്രം ഏകാന്തതയും ഒറ്റപ്പെടലും ഒക്കെ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇനി പുഴയിലേക്ക് ചാടി, കായലിലേക്ക് ചാടി തൻ്റെ ജീവൻ ഒടുക്കുക മാത്രമാണ് ഇനി തനിക്ക് മുന്നിലുള്ള ഒരു വഴി എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത്തരം അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഒറ്റപ്പെടൽ ഒരു വലിയ പ്രയാസമേറിയ ഒരു
കാര്യം തന്നെയാണ്. സ്വാഭാവികമായും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഇത് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്കൊരല്പം സമയം നീക്കിവെക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരം വലിയ ദുരന്തങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ, ഇതുപോലുള്ള ആത്മഹത്യാ ശ്രമങ്ങൾ ഒക്കെ ഒഴിവാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. ഏതായാലും ഈ 19-കാരന് വേണ്ടിയുള്ള തിരച്ചിൽ വളരെ ശക്തമായി തന്നെ ഊർജിതമായി നടക്കുന്നു. 19-കാരൻ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ നമ്മൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്നു. സ്പോട്ട് ലൈവ് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്, പെട്ടെന്ന് മടങ്ങിയെത്താം. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് തട്ടിപ്പിനെ സംബന്ധിച്ച ഒരു വാർത്തയാണ്. പത്തനംതിട്ടയിൽ വീണ്ടും സൈബർ തട്ടിപ്പ് നടന്നിരിക്കുന്നു. പത്തനംതിട്ട തെക്കേമല സ്വദേശി ബിനു കാർത്തികേയൻ ആണ് ഈ തട്ടിപ്പിന് ഇരയായത്. 46 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് നഷ്ടമായിട്ടുള്ളത്. ക്രിപ്റ്റോ കറൻസിയുടെ പേരിലായിരുന്നു തട്ടിപ്പ് നടന്നത്. കേസിൽ പ്രധാന പ്രതി പിടിയിലായിട്ടുണ്ട്. പ്രധാന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭോപ്പാൽ സ്വദേശി മാനവേന്ദ്ര സിംഗ് ആണ് പോലീസിൻ്റെ വലയിലായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ശശിനാരായണൻ നൽകും. ശശിനാരായണൻ, ഈ ക്രിപ്റ്റോ കറൻസി എന്ന പേരിലുള്ള തട്ടിപ്പ് കുറേ കാലമായി തന്നെ നടക്കുകയാണ്. എന്നിട്ടും ഇതിൽ നിന്ന് പാഠം പഠിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നതിൻ്റെ സൂചന കൂടിയാണോ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പിടിയിലായ മാനവേന്ദ്ര സിംഗ് വ്യക്തമാക്കുന്നത്? മനു, അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിരവധി തട്ടിപ്പുകൾ, അതായത് സൈബർ തട്ടിപ്പുകൾ തുടരെ നടക്കുമ്പോഴും ഇത്തരം ആളുകൾ ഇത്തരമുള്ള കെണികളിൽ ചെന്ന് അകപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസമാണ്, 2 ദിവസം മുമ്പാണ് യാക്കോബ സഭയുടെ മുൻ നിരണം ഭദ്രാസനാധിപൻ മാർ കുർലോസ് തട്ടിപ്പിനിരയായത്. 15 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത്. അത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെയാണ് ഒരു തട്ടിപ്പ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഫേസ്ബുക്ക് വഴിയാണ് ഇതിന്റെ ഒരു ഇടപാടുകളൊക്കെ ആദ്യഘട്ടത്തിൽ നടന്നത്. കോഴഞ്ചേരി തെക്കേമല സ്വദേശി വിനു കാർത്തികനാണ് 46 ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസി ഇടപാടിലൂടെ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഭോപ്പാൽ സ്വദേശിയായ മാനവേന്ദ്ര സിംഗ് ആണ് മാനവേന്ദ്ര സിംഗും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളുമാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. ഈ തട്ടിപ്പ് നടന്നത് കഴിഞ്ഞ വർഷം 2023 ജൂലൈ 7 മുതൽ ഡിസംബർ 12 വരെയാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇദ്ദേഹം ഇരയായത്. പല പ്രാവശ്യം പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയുമാണ് അദ്ദേഹത്തെ ഈ വിനു കാർത്തികനെ ഇവർ കബളിപ്പിച്ചത്. 46 ലക്ഷം രൂപ ഇത്തരത്തിൽ തട്ടിയെടുത്തിരിക്കുന്നു. $, അതായത് ക്രിപ്റ്റോ കറൻസിയിലേക്ക് പണം നൽകുകയാണെങ്കിൽ 100 രൂപ നൽകിയാൽ 1000 രൂപ 24 മണിക്കൂറിനകം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. അങ്ങനെ പലതവണ ഇത് പണം നൽകുകയും ഇടയ്ക്ക് പണം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പരസ്പരം അങ്ങനെ കൈമാറുകയും ചെയ്ത അടിസ്ഥാനത്തിൽ വലിയൊരു എമൗണ്ട് നിക്ഷേപിക്കുകയും ആ പണം പിന്നീട് തിരിച്ചു കൊടുക്കാതെയും വരിക എന്നൊരു സാഹചര്യം ഉണ്ടായി. പല പ്രാവശ്യം ഇത് ആവശ്യപ്പെട്ടും കൊടുക്കാതെ വന്നതുകൂടിയാണ് ഇദ്ദേഹം തട്ടിപ്പിനിരയായെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ എന്തായാലും ശശിനാരായണൻ, ഇത് ആളുകൾ പെട്ടെന്ന് സമ്പന്നനാകാം എന്നൊക്കെയുള്ള ധാരണയിൽ ആണ് ഇത്തരം കെണികളിൽ ചെന്ന് ചാടുന്നത്. ഇവിടെ 46 ലക്ഷം കയ്യിലുണ്ടായിരുന്ന ഒരാളാണ് കൂടുതൽ പണം കിട്ടാനായി അല്ലെങ്കിൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയിൽ ഇത്തരം കെണിയിൽ ചെന്ന് അകപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും അതിൻ്റെ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല എന്നത് ഒരു വശത്ത് നിൽക്കട്ടെ. പക്ഷേ ഇത്തരം ആളുകളെ കെണിവെച്ച് പിടിക്കാൻ കാത്ത് ഇങ്ങനെ സൈബർ ലോകത്ത് അവരുടെ പ്രയാണം നടത്തുകയാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഭോപ്പാലിൽ നിന്ന് പിടിയിലായിട്ടുള്ള ഈ മാനവേന്ദർ. ഈ മാനവേന്ദ്രനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കൂടുതലായി പോലീസിന് ലഭിക്കുന്നുണ്ടോ? ഇയാൾ ഈ ബിനുവിനെ മാത്രമേ പറ്റിച്ചിട്ടുള്ളൂ, അതോ കൂടുതൽ ഒരു വലിയ സംഘം ആളുകൾ ഇയാളുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ? മനു, ഈ മാനവേന്ദ്ര സിംഗ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള 4ഓളം പേരുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് നമ്മളത്. ഇദ്ദേഹത്തെ ഭോപ്പാലിൽ നിന്നാണ് അറസ്റ്റ് ചെയ്ത് ഇന്ന് പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമാനമായ തട്ടിപ്പുകൾ രാജ്യത്തെ പല സ്ഥലത്തും ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും വളരെ വിദഗ്ധമായ രീതിയിലാണ്, വളരെ വിദ്യാസമ്പന്നരായ ആളുകളെയാണ് ഇത്തരത്തിൽ ഇവർ കബളിപ്പിക്കുന്നത്. അത്തരത്തിൽ ഇത്തരമുള്ള ഫേസ്ബുക്ക് ലിങ്കുകൾ, ഈ അധികത്തിൽ പണം നേടാനുള്ള രീതിയിലുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം ഈ വ്യക്തികളെ ഇവർ വലയിലാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിൽ പണം തട്ടിയെടുക്കുന്നത്. എന്തായാലും 46 ലക്ഷം രൂപ വലിയൊരു എമൗണ്ടാണ് ഈ ആറന്മുള തെക്കേമല സ്വദേശി വിനു കാർത്തികന് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ
ജൂലൈ മാസം മുതൽ തൊട്ട് കഴിഞ്ഞ ജൂലൈ 7-ാം തീയതി മുതൽ ഈ ഡിസംബർ 12 വരെ കഴിഞ്ഞ 2020 ഡിസംബർ 12 വരെയുള്ള കാലഘട്ടത്തിൽ പല തവണകളായി ഇദ്ദേഹത്തെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ പേര് പറഞ്ഞ് തട്ടിപ്പെടുത്തുക. കാരണം ഇരട്ടി തുക കിട്ടും എന്നുള്ളതാണ് വാഗ്ദാനം. അതായത് 100 രൂപ നിങ്ങൾ ഈ ക്രിപ്റ്റോ കറൻസി ഇടപാടുമായി നടപ്പിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. അതായത് 10 ഇരട്ടി അല്ലേ? 10 ഇരട്ടി. അതെ, 10 ഇരട്ടിയാണ് അത് പറഞ്ഞത്. 10 ഇരട്ടി തുക വാഗ്ദാനം ചെയ്താണത്. പലപ്പോഴും ഇടയ്ക്ക് പണമൊക്കെ നൽകുന്നുണ്ടായിരുന്നു. പക്ഷെ വലിയൊരു എമൗണ്ട് നിക്ഷേപിച്ചപ്പോഴാണ് ഇവർ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഈ കെണി ഒരുക്കുന്നത്. ആദ്യം ചെറിയ തുക ഇവർ ഒരു ട്രയൽ എന്ന രീതിയിൽ ആദ്യം ചെറിയ പണം നിക്ഷേപിച്ചു നോക്കുന്നു. അപ്പോൾ അതിൻ്റെ 10 ഇരട്ടി കിട്ടുന്നു. അങ്ങനെ അടുത്ത ഘട്ടം അടുത്ത പണം നിക്ഷേപിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ മറ്റ് എല്ലാ സ്രോതസ്സുകളിൽ നിന്നും പണം സമാഹരിച്ച് ഏറ്റവും ഒടുവിൽ വലിയ ഒരു തുക കൊണ്ടുപോയി ഒറ്റയടിക്ക് നിക്ഷേപിക്കുന്നു. അപ്പോൾ മുഴുവനായും പോകുന്നു. ഇതല്ലേ സ്വാഭാവികമായും ഇത്തരം കേസുകളിൽ സംഭവിക്കുന്നത്? മനു, അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ രസകരമായ കാര്യം ഈ തട്ടിയെടുത്ത പണം ഇവർക്ക് പിന്നീട് കേസ് കൊടുത്താൽ പോലും തിരിച്ചു ലഭിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. 15 ലക്ഷം രൂപ ഈ യാക്കോബ സഭയുടെ മുൻ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുർലോസ് നഷ്ടമായിട്ടെങ്കിലും ആ പണം എങ്ങനെ തിരിച്ചു കിട്ടുമെന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല. അതുകൊണ്ട് സൈബർ തട്ടിപ്പ് എന്ന് പറയുന്നത് കേസുകൾ ഉണ്ടെങ്കിൽ തന്നെ പോലീസും അത് തന്നെ ഇപ്പോൾ ഒരു അവയർനെസിന്റെ ഭാഗമായി ഇത് പറയുന്നുണ്ട്. പക്ഷേ ഈ തട്ടിപ്പ് നടത്തിയാൽ ഈ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പണം ഇവർക്ക് പിന്നെ കിട്ടുമെന്നൊരു പ്രതീക്ഷ നമുക്ക് പല കേസുകളിലും കിട്ടാതിരിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. അതിൽ തുച്ഛമായ എമൗണ്ടുകളൊക്കെ മാത്രമാണ് പിന്നീട് വലിയ രീതിയിലുള്ള പോലീസിന്റെ അന്വേഷണത്തിലോ ഒക്കെ കണ്ടെത്തിക്കൊണ്ട് ലഭിക്കുക. അതും സാധ്യത വളരെ കുറവാണ്. അത്തരത്തിലുള്ള തട്ടിപ്പുകൾ പലതരത്തിലുള്ള മാധ്യമങ്ങളിൽ വരുമ്പോഴും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴൊക്കെ ഈ വിദ്യാസമ്പന്നരായ ആളുകൾ ഇത്തരം കെണിയിൽ അകപ്പെടുന്നു എന്നുള്ളതാണ് ഗൗരവമുള്ള കാര്യം. ഏതായാലും ഈ ശശി സൂചിപ്പിച്ചതുപോലെ ഈ പണം പെട്ടെന്ന് തന്നെ മാറ്റാനൊക്കെയുള്ളൊരു ശ്രദ്ധ എപ്പോഴും, അല്ലെങ്കിൽ അതിനുള്ളൊരു ജാഗ്രത ഈ തട്ടിപ്പ് സംഘങ്ങൾ എപ്പോഴും കാണിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. ഇപ്പോൾ മാർ കൂർലോസ് തിരുമേനി പോലുള്ള അഭിവന്ദ്യരായ ആളുകൾ പോലും ഇവരുടെ തട്ടിപ്പിന് പാത്രങ്ങളാകുന്നു എന്നത് നമുക്കിവിടെ വ്യക്തമാണ്. ഈ പണം പെട്ടെന്ന് തന്നെ മാറ്റുകയും പിന്നീട് നമ്മുടെ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്ന ഈ തട്ടിപ്പ് സംഘങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇവർ ഇവിടെ ഭോപ്പാലിൽ നിന്ന് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അവരെ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിട്ടാൽ ഇവരിനി ചിലപ്പോൾ തിരിച്ചു പോലും വരില്ല. അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ നമ്മൾ ഈ ഉത്തരേന്ത്യൻ കുറ്റവാളികളെ എത്തുന്ന ആളുകളിൽ കുറ്റവാളികളായുള്ള ആളുകളിൽ കണ്ടിട്ടുണ്ട്. അവരെ ഇവിടെ കൊണ്ടുവരും. അവർ പോലീസ് ഇവിടുന്ന് കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് പിടികൂടുന്നു, ഇവിടെ എത്തിക്കുന്നു. ഒടുവിൽ കോടതിയിലെത്തുമ്പോൾ ജാമ്യം എന്നുള്ളത് ഒരു സ്വാഭാവിക നീതിയായാണ് നമ്മുടെ നിയമ സംവിധാനം കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ജാമ്യം ഒപ്പിക്കുന്നു, പിന്നെ ഇവർ മുങ്ങുന്നു. ഇവരെ ഒരു കാരണവശാലും പിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഈ പണം എന്ത് ചെയ്തു എന്നത് അന്വേഷിക്കാൻ പോലീസിൻ്റെ പരിമിതികൾ, ഇതെല്ലാം ഇവർ ഒരു ആയുധമാക്കി, ഇതെല്ലാം മുതലാക്കി കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇവർ നടത്തുന്നത് അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം പല പ്രാവശ്യം ഇത്തരം പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന്റെ ജാമ്യത്തിൽ തുടങ്ങിയ ശേഷം പിന്നീട് ഇവരെ കണ്ടെത്താൻ കഴിയുന്നത്. ഇപ്പൊ ഇത് തന്നെ വളരെ പോലീസ് സാഹസികമായി വളരെ രഹസ്യമായി പോയാണ് ഈ ഭോപ്പാലിൽ പോയാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് വരുന്നത്. വളരെ സൈബർ കൊടുത്ത കേന്ദ്രങ്ങൾ കൂടിയും ഒക്കെ പോലീസിന്റെ സൈബർ സെല്ലിന്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ പ്രതിയിലേക്ക് എത്തിയത്. അവിടുന്ന് വളരെ രഹസ്യമായി പോലീസുകാർ അവിടെ പോവുകയും ആറന്മുള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ ചെന്നതിന് ശേഷം. സ്വാഭാവികം വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ പോലീസ് അത് വളരെ തന്ത്രപൂർവ്വം ചെന്നാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞത്. പക്ഷേ ഒരാളെ മാത്രമാണ് കിട്ടിയുള്ളത്. ഈ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ആളാണ് ഈ മാനവേന്ദ്ര സിംഗ്. മാനവേന്ദ്ര സിംഗിനോടൊപ്പം 4ഓളം പേരുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബാക്കിയുള്ളവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പ്രധാന പ്രതിയെ പോലീസ് പിടിച്ചു, ഇപ്പോൾ ആറന്മുളയിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസിന്റെ സ്വഭാവം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെയാണ്. സൈബർ കുറ്റങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി പോലീസ് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ബോധവൽക്കരണം നടത്തിയിട്ട് പല പ്രാവശ്യം അത്തരം മെസ്സേജുകളും കാര്യങ്ങളും അറിയിപ്പുകളും ഒക്കെ നൽകുന്നുണ്ടെങ്കിലും വളരെ വിദ്യാസമ്പന്നരായ ആളുകൾ തന്ത്രപൂർവ്വം ഇത്തരം ആളുകളുടെ കെണിയിൽ ചെന്ന് വീണിട്ട് പണം നഷ്ടമാകുമ്പോഴാണ് ഇത്തരം പരാതിയുമായി രംഗത്ത് വരുന്നത് എന്നുള്ള ഖേദകരമായ അവസ്ഥ കൂടി നമുക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കാണേണ്ടി വരും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ മാർ കുർലോസിന് പണം നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ തയ്യാറായത് ആളുകൾക്കൊരു ബോധവൽക്കരണത്തിന്റെ ഭാഗമാണ് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് കുർലോസ് മാധ്യമങ്ങളെ കാണാൻ തയ്യാറായത്. അതുപോലെ നിരവധി ആളുകൾ ഇത്തരത്തിൽ പണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇത് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. പോലീസ് ആളുകൾക്ക് ഇതിന്റെ ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടും വീണ്ടും ഇത്തരം നമ്മുടെ ഇടയിലെ സമൂഹത്തിലെ വളരെ
പ്രമുഖരായ ആളുകൾ ഇത്തരം തട്ടിപ്പുകൾ ചെയ്ത് വീഴുന്നത്. പക്ഷെ പണം ഒരിക്കലും ഈ തട്ടിപ്പ് നടത്തിയ പണം ഇവർക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ കേസുകളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ അവസ്ഥ. നഷ്ടപ്പെട്ട പണം തിരിച്ചെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. പ്രതികൾ വളരെ തന്ത്രപൂർവ്വം ജാമ്യത്തിലെങ്കിൽ രക്ഷപ്പെടുകയും ചെയ്യും. അത്തരം പ്രതികളെ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്തായാലും ഇത് ഗൗരവപരമായ ഒരു തട്ടിപ്പ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ഒരു വർഷമായി പോലീസ് കൃത്യമായി നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം പണം നഷ്ടപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ വർഷമാണ് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. പിന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു. പിന്നെ പോലീസ് വളരെ തന്ത്രപരമായി പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിലേക്ക് നടത്തിയതിന് ഇപ്പോൾ ഈ മാനവേന്ദ്ര സിംഗിനെ ഭോപ്പാലിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും ഇത് വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും നാളുകളിലും സ്വാഭാവികമായിട്ട് ഇത്തരം തട്ടിപ്പുകൾക്ക് ഇനിയും ആളുകൾ ഇരയാകാൻ സാധ്യതയുണ്ട്. കാരണം സൈബർ ലോകം അത്തരം ആളുകളെ വശീകരിക്കുന്ന രീതിയിൽ തട്ടിപ്പ് നടത്തുന്ന രീതിയിൽ പണത്തിന്റെ കാര്യത്തിൽ മനുഷ്യൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ സ്വാഭാവികം പണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഇനിയും ഉണ്ടാവും. എന്തായാലും ഇത്തരം കുറ്റവാളികൾ ഈ സാധാരണപ്പെട്ട ആളുകളെ തട്ടിപ്പ് നടത്തി പണം തട്ടിയെടുക്കുന്ന സംഘം പതിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. മനു, യെസ്, വളരെ വ്യക്തമാണ് ശശിനാരായണൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഇത്തരം കേസുകളിൽ പെട്ടാൽ പിന്നെ പണം തിരിച്ചു കിട്ടുന്ന സാഹചര്യം വളരെ വളരെ കുറവാണ്. പോലീസിന് ഒരുപക്ഷെ വളരെയധികം ശ്രമകരമായി ചെന്ന് ഈ ആളുകളെ ഉത്തരേന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തു നിന്നോ ഒക്കെ പിടികൂടി കൊണ്ടുവരാൻ കഴിയും. പക്ഷേ നഷ്ടപ്പെട്ട പണം പിന്നെ തിരിച്ചു പിടിക്കുക എന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇത്തരം കെണികളിൽ ചെന്ന് വീഴുന്നതിന് മുൻപ് ഈ പണം ഇരട്ടിയാക്കാം അല്ലെങ്കിൽ 10 ഇരട്ടിയാക്കാം എന്നൊക്കെ ആഗ്രഹിച്ച് മോഹിച്ച് പോകുന്നവർ ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കേണ്ടതാണ് എന്നുകൂടി ആണ് ശശിനാരായണൻ വ്യക്തമാക്കുന്നത്. ഇനി മറ്റൊരു സുപ്രധാന വിഷയത്തിലേക്ക് കടക്കാം. മുല്ലപ്പെരിയാറിൽ നിലവിൽ ആശങ്ക വേണ്ട എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നത്. അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണം എന്നും മന്ത്രി ആവശ്യപ്പെടുന്നു. ആവശ്യമായ ജലം തമിഴ്നാടിന് നൽകി സുരക്ഷിതമായ ഒരു ഡാം വേണം എന്നാണ് കേരളത്തിൻ്റെ ആവശ്യം. തമിഴ്നാടുമായി ചർച്ചകൾ ഫലപ്രദമായി തുടരുകയാണെന്നും തമിഴ്നാടിനോട് ശത്രുതാ മനോഭാവം ഇല്ല എന്നും മന്ത്രി പറയുന്നു. അടിയന്തര സാഹചര്യമുണ്ടായാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. അണക്കെട്ടിൻ്റെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തൊടുപുഴയിൽ യോഗം ചേർന്നു. ഈ യോഗത്തിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രിൻസ് ജെയിംസ് നൽകും. പ്രിൻസ്, ഈ യോഗത്തിന് ശേഷം നമ്മൾ എത്തിച്ചേരുന്ന ഒരു നിലപാട് ആശങ്കയ്ക്ക് ഒരു സ്ഥാനമില്ല എന്നത് തന്നെയാണോ? പുതിയ ഡാം വേണം എന്നൊരാവശ്യം കേരളം വർഷങ്ങളായി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടത്ര ഒരു അംഗീകാരം തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നോ മറ്റിടങ്ങളിൽ നിന്നോ ബന്ധപ്പെട്ടവരിൽ നിന്നോ ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ആശങ്ക പടരുന്നു എന്ന സാഹചര്യത്തെ എങ്ങനെയാണ് ഇന്നത്തെ യോഗം വിലയിരുത്തിയത്? തുടർ നടപടികൾ എന്തൊക്കെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്? മനു, തീർച്ചയായും പുതിയ ഡാം എന്ന ആവശ്യത്തിൽ തന്നെ കേരളം ഉറച്ചു നിൽക്കുന്നു. പക്ഷേ എത്തരത്തിൽ ഈ ആവശ്യത്തിലേക്ക് എത്തുമെന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. പ്രത്യേകിച്ചും നീതിപീഠത്തിൽ നിന്ന്, കോടതിയിൽ നിന്ന് കൃത്യമായ ഒരു അനുകൂലമായ ഒരു ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് ഈ യോഗത്തിന് ശേഷം മന്ത്രി പങ്കുവച്ചത്. അപ്പം കോടതിക്ക് പുറത്ത് ഇത് ചർച്ച ചെയ്ത് തമിഴ്നാടുമായി ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് സംബന്ധിച്ചും അദ്ദേഹം പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും തമിഴ്നാടുമായിട്ടൊരു ശത്രുതാ മനോഭാവമില്ല. തമിഴ്നാടിന് വെള്ളം കൊടുത്തുകൊണ്ട് തന്നെ കേരളത്തിന് സുരക്ഷിതമായ ഒരു ഡാം എന്നതാണ് കേരളത്തിന്റെ ആവശ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ആശങ്കയ്ക്ക് ഇടയില്ല എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. നിലവിൽ 130 അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ്. കഴിഞ്ഞ ദിവസം അത് 131 അടിക്ക് മുകളിലേക്ക് എത്തിയിരുന്നു. നിലവിൽ തമിഴ്നാട് ടണൽ മാർഗം വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അതിനനുഭാവികമായി നിലവിൽ വെള്ളം കുറവാണ് ഇപ്പോൾ വെള്ളം ഒഴുകിയെത്തുന്നത്. എന്നാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രിൻസ്, നമുക്ക് ആ മന്ത്രിയുടെ പ്രതികരണം നമ്മുടെ കയ്യിലുണ്ട്, പ്രിൻസ് തന്നിട്ടുണ്ട്. ഏതായാലും ആ പ്രതികരണം ഒന്ന് നമുക്ക് കേൾക്കാം. കാരണം ആശങ്കയ്ക്ക് ഒരു സ്ഥാനമില്ല, ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നത്. അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ആ പ്രതികരണം കേൾക്കാം. ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ ഉയർന്നു വരികയും റൂൾ കർവിന് അപ്പുറത്തോട്ട് വെള്ളം ഉയർന്നു വന്നാൽ അത് സ്പില്ല് ചെയ്യേണ്ടത് ഇടുക്കി ഡാമിലേക്കാണ്. അങ്ങനെ ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൂടുതലായി വന്നാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയയിലെ ആൾക്കാരുടെ സുരക്ഷയെ ഉറപ്പുവരുത്തി
ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഇതെല്ലാ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യാറുണ്ട്. ഇന്ന് അഡ്വാൻസായി തന്നെ ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ ഉണ്ടായ ഒരു കാര്യം, കലാമിറ്റി മറ്റ് തലങ്ങളിൽ രൂപപ്പെട്ടു വന്നാൽ അറ്റൻഷൻ മാറിപ്പോകരുത്. ഇതിനു വേണ്ട ടീമിനെ ഇതിനായി തന്നെ നിയോഗിക്കണം. ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടാകുക, ചെറിയ മണ്ണിടിച്ചിലുണ്ടാകുക, എന്തെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ എവിടെയെങ്കിലും രൂപപ്പെട്ടു വന്നാൽ ഇത് തമ്മിൽ ആരായിരിക്കണം എൻ്റെ ഉത്തരവാദിത്വം? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് നിൽക്കുമ്പം ഒരു ബുദ്ധിമുട്ട് രൂപപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു മെസ്സേജ്, ഒരു സന്ദേശം രൂപപ്പെടുത്താനായിട്ടാണ്. അപ്പം അതിന് ആവശ്യമായിട്ടുള്ള തീരുമാനം ഡിസ്ട്രിക്ട് കളർ ലെവലിൽ എടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും അത്തരം ആലോചനകളുടെ ഭാഗമായി വരുന്ന വിഷയം ജില്ലാ കളക്ടർ റിവ്യൂ ചെയ്യും. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്, ഇന്ന് ഇൻഫ്ലോ എത്രയുണ്ട്, ഔട്ട്ഫ്ലോ എത്ര പോകുന്നുണ്ട്, ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ്. അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പും ഇതും തമ്മിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു ഡാം മാനേജ്മെൻറ്റ് ക്ലിയർ ചെയ്യാനായിട്ടാണ്. അതാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ പ്രതികരണം. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ജനങ്ങൾക്ക് വേണ്ട നടപടികൾ ഒരുക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ഒക്കെയുള്ള സൗകര്യം ഉണ്ട്, അതിനുവേണ്ടിയുള്ള മുൻകരുതലെല്ലാം നടത്തിയിട്ടുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. പ്രിൻസ്, അത് ഏത് തരത്തിൽ ഉള്ള ഒരു തയ്യാറെടുപ്പാണ് കേരളം നടത്തിയിട്ടുള്ളത്? ഇപ്പോൾ ഈ വെള്ളം കൂടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് എങ്ങനെ പരിഹരിക്കാനാകും? അത്തരം കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ടോ? മനു, സുരക്ഷാ മുൻകരുതലുകൾ സംബന്ധിച്ച് മുന്നൊരുക്ക പദ്ധതി തയ്യാറാക്കാനും അതിന് ആവശ്യമായ ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകാനും ജില്ലാ കളക്ടറെ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികൾ ഉടൻ വിളിച്ചു ചേർക്കാനും യോഗം തീരുമാനിച്ചു. വണ്ടിപ്പെരിയാറിലെ വാഴൂർ സുമൻ MLA അധ്യക്ഷതയിൽ യോഗം ചേരും. ഡാം സേഫ്റ്റി സമിതി യോഗങ്ങൾ കൃത്യസമയത്ത് ചേർന്ന് വിശകലനം ചെയ്യാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്, പ്രത്യേകിച്ചും വണ്ടിപ്പെരിയാറ്, വള്ളക്കടവ്, വാളാടി, ഉപ്പുതറ, ചപ്പാത്ത് തുടങ്ങി മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുകിയാൽ ഇടുക്കി ഡാമിലേക്ക് എത്തുന്ന പ്രദേശങ്ങളിലുള്ള പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും നദിയോട് വളരെ അടുത്ത് താമസിക്കുന്ന ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിൽ എത്ര പേരെ മാറ്റിപ്പാർപ്പിക്കണം, എവിടേക്ക് മാറ്റിപ്പാർപ്പിക്കണം എന്നത് സംബന്ധിച്ചും അതിനുവേണ്ടി ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുക എന്നതൊക്കെയാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. ഇങ്ങനെ ഇത്തരത്തിൽ എത്രമാത്രം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട വരുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വണ്ടിപ്പെരിയാരും വള്ളക്കടവിലുമൊക്കെയാണ് ആദ്യം വെള്ളം എത്തുക. അതുകൊണ്ട് തന്നെ ഇവരെ ആദ്യം തന്നെ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ വരും ദിവസങ്ങൾക്ക് മഴ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അണക്കെട്ട് തുറക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകില്ല. അല്ലെങ്കിൽ നിലവിലത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ പോലെ മഴ അതിശക്തമായി പെയ്തില്ലെങ്കിലും ഷട്ടർ സ്പിൽവേയിലൂടെ വെള്ളം പുറത്തേക്ക് എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസത്തേക്കാൾ ജലനിരപ്പ് അല്പം താഴ്ന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന അളവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ അത്ര ശക്തമായി നീരൊഴുക്ക് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ആശ്വാസകരം കൂടിയാണ്. എങ്കിൽ പോലും നിലവിൽ ഉയരുന്ന ആശങ്കകൾ വരും ദിവസങ്ങളിലൊക്കെ ഈ കാലാവസ്ഥ മുന്നറിയിപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അണക്കെട്ട് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമാകുന്ന ഒരു ആശങ്കയും ഉണ്ട്. അങ്ങനെയെങ്കിൽ വെള്ളം പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തിയാൽ അണക്കെട്ട് പൂർത്തിയേണ്ടതായ പുഴയിലൂടെ വെള്ളം പുറത്തേക്ക് പെരിയാറിലേക്ക് ഒതുക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും മറ്റ് ആശങ്കകൾ ഒന്നും വേണ്ട എന്നും ഈ വിഷയത്തിൽ ഒരു ചർച്ച ചെയ്ത് ലഭ്യമായ ഒരു പരിഹാരം കണ്ടെത്താനാണ് കേരളം ശ്രമിക്കുന്നതെന്നും റോഷി അഗസ്റ്റിൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മറ്റ് ആശങ്കകളൊന്നും ഉണ്ടാവണ്ട, ഇത്തരത്തിലുള്ള അനാവശ്യമായ പ്രചാരണങ്ങൾ അരുതെന്നും പറയുന്നു. ഒപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നവരെ നിരീക്ഷിക്കാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തെറ്റായ പ്രചാരണം നടത്തുന്ന യൂട്യൂബ് ബ്ലോഗർമാർക്കെതിരെയും നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും മറ്റ് ആശങ്കകളൊന്നും വേണ്ട. പുതിയ ഡാം എന്ന ഒരു നിലപാടിൽ തന്നെ കേരളം ഉറച്ചു നിൽക്കുന്നു. കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു മറുപടി അല്ലെങ്കിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഒപ്പം തമിഴ്നാടുമായി ചർച്ച ചെയ്ത് രമ്യമായി ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന വഴികൾ കൂടുതൽ ആലോചിക്കും എന്നും മന്ത്രി വ്യക്തമാക്കുന്നു. പ്രിൻസ്, ഇതിൽ മറ്റൊരു കാര്യം, ഈ വിഷയം നമ്മൾ വിചാരിക്കുന്നത്ര ഒരു നിസ്സാരമല്ല. സ്വാഭാവികമായും ഇത് മുമ്പ് പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആശങ്കയാണ്. അന്നൊക്കെ ഇത് വലിയ ഒരു വിഷയമായി, ഒരു വിവാദമായി ഒക്കെ ഉയർന്നു പോകുന്നൊരു സാഹചര്യമുണ്ടായി. തമിഴ്നാട്ടിൽ നിന്ന് ശക്തമായ പ്രതിഷേധമുണ്ടായി. ഒടുവിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തമിഴ്നാട്ടിൽ ചെല്ലുകയും അവിടുത്തെ എഡിറ്റർമാരെ വിളിച്ച് അവരുമായി സംവദിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ആണ് ആ ഒരു കേരള തമിഴ്നാട് സ്പർദ്ധ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവായത്. അപ്പോൾ ഇത് സ്വാഭാവികമായും ഒരു കുറേ കൂടി സങ്കീർണമായ ഒരു പ്രശ്നമാണ്.
ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്തരം വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു കുറെ കൂടി ഭീതിജനകമായ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലേക്കോ പോകാതിരിക്കാൻ ഒക്കെയുള്ള ഒരു മുൻകരുതൽ ഈ യോഗത്തിൽ ഉണ്ടായി എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുമോ? അത്തരത്തിലൊരു തീരുമാനം യോഗത്തിലുണ്ടായെന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. വെള്ളം പുറത്തേക്ക് തുറന്നു വിടുന്ന സാഹചര്യം ഉണ്ടായാൽ, പെരിയാറിലേക്ക് ഒഴുക്കി വിടുന്ന സാഹചര്യം ഉണ്ടായാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള മുൻകരുതലുകൾ ഇത്തവണയും സ്വീകരിച്ചിരിക്കുന്നു. മുൻ വർഷങ്ങളിലൊക്കെ സമാനമായ യോഗങ്ങൾ ചേരുകയും തീരുമാനങ്ങൾ എടുക്കുകയും ആളുകളെ മാറ്റി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുള്ള അനുപാതികമായ മീറ്റിംഗ് ആണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. തുടർ നടപടികളുമാണ് സ്വീകരിക്കുന്നത്. എന്നാൽ നിലവിൽ ഉയർത്തുന്ന സാഹചര്യമുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ഒരു പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ള ആവശ്യം പല ആളുകളിൽ നിന്നും, പല വിഭാഗങ്ങളിൽ നിന്നും, പല കോണുകളിൽ നിന്നും ഉയർന്നൊരു സാഹചര്യമുണ്ട്. ഒപ്പം ഇടുക്കിയിൽ തന്നെയാണെങ്കിൽ പോലും സാമുദായിക നേതാക്കന്മാരൊക്കെ സമരരംഗത്തേക്ക് വരുമെന്നുള്ളൊരു ആഹ്വാനമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുൻപോട്ട് വെച്ചിരുന്നു. അല്ലെങ്കിൽ ഡാം പുനർനിർമ്മിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളൊക്കെ മുൻപും ഉണ്ടായപ്പോഴൊക്കെയും തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും എന്നൊരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഏതാനും നാളുകൾക്ക് മുൻപ് പോലും ലോവർ പെരിയാറിലേക്ക് തമിഴ്നാട് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ദിവസങ്ങളും സമാനമായ ഒരു അവസ്ഥ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടാകുകയും ഈ ഡാമിനെതിരെ ഈ കേരളത്തിൽ നടക്കുന്ന നടപടികൾക്കെതിരെ അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ ഇരു സംസ്ഥാന സർക്കാരുകളും ചേർന്ന് കൃത്യമായ ഒരു ചർച്ചകൾ നടത്തി എത്രയും വേഗത്തിൽ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തുക എന്ന് തന്നെയാണ് ആവശ്യം. കാരണം വണ്ടിപ്പെരിയാർ അടക്കം വാളാർടി അടക്കമുള്ള മേഖലകളിൽ അണക്കെട്ടിന്റെ താഴ്വാരങ്ങളിൽ താമസിക്കുന്ന, പെരിയാർ നദിയോട് ചേർന്ന് താമസിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും സമാനമായ ഭീതിജനകമായ സാഹചര്യത്തിലാണ് അവർ കഴിയുന്നത്. കാരണം എല്ലാ വർഷവും വെള്ളം പുറത്തേക്ക് എടുക്കേണ്ടി വരുന്നു. ചിലപ്പോൾ വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് എടുക്കുന്ന സാഹചര്യമുണ്ട്. രാത്രി കാലങ്ങളിലൊക്കെ വെള്ളം പുറത്തേക്ക് എടുക്കുമ്പോൾ വലിയ കൃത്യമായ മുന്നറിയിപ്പില്ലാതെ പുറത്തേക്ക് എടുക്കുമ്പോഴൊക്കെ ഇവരുടെ വീടുകൾ വെള്ളം കയറുകയും വസ്തുക്കളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഒപ്പം ഏത് നിമിഷമാണ് വലിയ ഒരു ദുരന്തം സംഭവിക്കുക എന്ന ഒരു ആശങ്കയിലാണ് ഇവരുടെ ജീവിതം. അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഈ ആശങ്ക, ഈ പ്രദേശവാസികളായ പതിനായിരങ്ങളുടെ ആശങ്ക ആദ്യം തന്നെ ദൂരീകരിക്കാൻ വേണ്ടി ഇരു സംസ്ഥാനങ്ങളും ചേർന്ന് ഒരു കൃത്യമായ ഇടപെടൽ നടത്തുകയും നടപടി സ്വീകരിച്ച പുതിയ അണക്കെട്ട് എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് എത്തണമെന്നാണ് എല്ലാവരും ആവശ്യം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും സമുദായ രാഷ്ട്രീയ സംഘടനകളെല്ലാം ഈ ഒരു സമരരംഗത്തേക്ക് അല്ലെങ്കിൽ പ്രതിഷേധവുമായി എത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കേരള സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുകയും തമിഴ്നാടുമായി രമ്യമായ ഒരു ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനും നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. മനു, യെസ്, വളരെ വ്യക്തമാണ്. ഏതായാലും ആ പ്രദേശവാസികളുടെ ആശങ്ക അങ്ങനെ തന്നെ അവശേഷിക്കുന്നു എന്നതാണ് വാസ്തവം. ഏതായാലും ഇവിടെ തമിഴ്നാടിനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഉള്ള ഒരു നീക്കത്തിനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് എല്ലാ കോണുകളിൽ നിന്നും ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. കാരണം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആ സൗഹൃദവും സ്നേഹബന്ധത്തിനും ഒരു വിഘാതമുണ്ടാകാത്ത തരത്തിൽ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ഒരു പ്രശ്ന പരിഹാരമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഏതായാലും അതിനുള്ള പ്രാരംഭ നടപടികൾ എന്ന തരത്തിൽ ഇതിനെ കാണാം. പിന്നീട് കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായൊരു വിധി ഉണ്ടാകും എന്ന പ്രതീക്ഷ കൂടി കേരളത്തിനുണ്ട്. അങ്ങനെ വന്നാൽ തുടർന്ന് അത് സംബന്ധിച്ചുള്ള ധാരണകൾ ഉണ്ടാകും എന്നും നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഒരു ചെറിയ ഇടവേള കൂടി അനിവാര്യമായി വരികയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയെത്താം. വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും കാണാതായവർക്കായുള്ള തിരച്ചിൽ 14-ാം ദിവസവും തുടരുകയാണ്. ചാലിയാറിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹഭാഗം കണ്ടെത്തി. നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കാനുള്ള പ്രത്യേക ക്യാമ്പുകളും അവിടെ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ഡാൻ കുര്യൻ നൽകും. ഡാൻ കുര്യൻ, ആ ദുഃഖം അങ്ങനെ തന്നെ തുടരുകയാണ്. മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുന്നു. എന്തൊക്കെ തരത്തിലുള്ള തിരച്ചിലാണ് അവിടെ നടക്കുന്നത്? അതെങ്ങനെ പുരോഗമിക്കുന്നു? മനു, ഇപ്പോഴും 2 ആഴ്ച പിന്നിടുകയാണ് ഈ ദുരന്തമുണ്ടായിട്ട്. ഇപ്പോഴും ഞാനിപ്പോൾ നിൽക്കുന്ന പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ ഈ ശ്മശാനത്തിലേക്ക്, ഇവിടെയാണ് 48-ലേറെ പൂർണ്ണ മൃതദേഹങ്ങളും 220-ലേറെ മൃതദേഹ ഭാഗങ്ങളും അടക്കം ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് ഇപ്പോഴും മൃതദേഹങ്ങൾ ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 6 കുഴികൾ അവിടെ എടുക്കുന്നുണ്ട്. ഇന്നലെ കണ്ടെത്തിയ 4 മൃതദേഹ ഭാഗങ്ങളും ഒരു പൂർണ്ണ മൃതദേഹത്തിന്റെ ഭാഗങ്ങളും അടക്കം ചെയ്യുന്നതിന് വേണ്ടി ഇത് കഴിഞ്ഞ 4-ാം തീയതി മുതൽ, ഓഗസ്റ്റ് 4-ാം തീയതിയാണ് ഇവിടെ ആദ്യമായി 8 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ എത്തിച്ചത്. അതിനുശേഷം
ഇതിവിടെ ഒരു സാധാരണ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ആളും ആരവും എല്ലാം പോയിരിക്കുന്നു. ആ കുഴിയെടുക്കുന്ന JCBയിലെ ജീവനക്കാർ, ഏതാനും സന്നദ്ധ പ്രവർത്തകർ, അവർ മാത്രമാണ് ഇപ്പോഴുള്ളത്. മുണ്ടക്കൈ, ചൂരൽമല എന്നീ പ്രദേശങ്ങളെ ഏതാണ്ട് പൂർണ്ണമായി തകർത്തെറിഞ്ഞ ഈ ഉരുൾപൊട്ടലിന്റെ എല്ലാ പരിച്ഛേദവുമായി മാറുകയാണ് ഈ ശ്മശാനത്തിലെ ശോകമൂകമായ കാഴ്ചകൾ. ഇന്നും 14 ദിവസവും തുടർച്ചയായി രക്ഷാദൌത്യം അല്ലെങ്കിൽ ഈ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കാണാതായ 133 പേരിൽ ആരൊക്കെ എവിടൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ എല്ലാ ദിവസങ്ങളും നടന്നതുപോലെ സൂചിപ്പാറ, കാന്തൻപാറ, അതോടൊപ്പം തന്നെ മുണ്ടേരി ഫാം, ചാലിയാറിന്റെ തീരത്തുള്ള മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള പ്രദേശങ്ങളായിരുന്നു പോലീസും NDRF സേനാംഗങ്ങളും അഗ്നിശമന സേനാംഗങ്ങളും SOGയും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും ചേർന്ന് ഹെലികോപ്റ്റർ സംവിധാനം അടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ തെരച്ചിൽ നടത്തിയത്. അതിൽ മൃതദേഹ ഭാഗങ്ങൾ ചാലിയാറിന്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഔദ്യോഗികമായ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ വൈകുന്നേരത്തോടെ മാത്രമേ റവന്യൂ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുകയുള്ളൂ. സമാനമായ തരത്തിൽ കണിയൻപാറയിൽ, അതായത് വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സമാനമായ തരത്തിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. അവിടെയും 50 അംഗ സംഘമാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. പക്ഷേ എത്ര ദിവസം ഇനി അങ്ങോട്ട് ഈ തെരച്ചിൽ ഇങ്ങനെ തുടരാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം മണ്ണിൽ പുതഞ്ഞുപോയ ശരീരഭാഗങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് 2 ആഴ്ചയ്ക്കപ്പുറമൊക്കെ ഏറ്റവും ദുഷ്കരമായൊരു ദൌത്യമായി മാറും. അതുകൊണ്ട് തന്നെ ആ ഒരു ദൌത്യം ഇനിയും തുടർച്ചയായി എത്ര ദിവസം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന വലിയൊരു ആശങ്കയുണ്ട്. ആ ആശങ്കകൾക്ക് നടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ ഈ തെരച്ചിൽ പല മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് 5 മേഖലകളായി തിരിച്ചുകൊണ്ടാണ് ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്. സ്വാഭാവികമായി കനത്ത ചൂടുണ്ട് ഒരു വശത്തെ. കാരണം ഈ 3-5 ദിവസമായി ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് മഴ പെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ചൂടുണ്ട് ഉച്ച സമയത്തൊക്കെ. അപ്പോൾ അതൊന്നും വകവയ്ക്കാതെയാണ് ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ പല ചെറു സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പമാണ് ഈ മേഖലകളിൽ, അതായത് ചൂരൽമല, മുണ്ടക്കൈ മേഖലകൾ ജനവാസയോഗ്യമാണോ ഇനി എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള 6 അംഗ വിദഗ്ധ സംഘത്തിന്റെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മളോട് വ്യക്തമാക്കിയത് ഇവിടെ ഇനി മനുഷ്യവാസം സാധ്യമാണോ, ജനവാസം സാധ്യമാണോ എന്ന കാര്യമൊക്കെ വിശദമായ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അത് ഏറെ വെല്ലുവിളികൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരു കാര്യമാണെന്നാണ്. അതോടൊപ്പം പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മറുവശത്ത് പുരോഗമിക്കുന്നു. 650-ലേറെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇതിനോടകം തന്നെ 253 വാടക വീടുകൾ റവന്യൂ അധികൃതർ കണ്ടെത്തി കഴിഞ്ഞു. സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ മറ്റ് 100 വാടക വീടുകൾ കൂടി ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം സെന്റ് ജോസഫ് സ്കൂൾ, മേപ്പാടി അടക്കം പല സ്കൂളുകളിലായിട്ടാണ് ഇപ്പോൾ ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. അവിടെയൊക്കെ കഴിഞ്ഞ 2 ആഴ്ചയായി പഠനം മുടങ്ങിക്കിടക്കുകയാണ്. സ്വാഭാവികമായി ഇനി അങ്ങോട്ട് അനിശ്ചിതകാലത്തേക്ക് അവരെ ആ സ്കൂളുകളിൽ താമസിപ്പിക്കുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ ഈ വാടക വീടുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. മനു, ഡാൻ, അതുപോലെ ഈ രേഖകൾ നഷ്ടമായ ആളുകളുടെ പ്രയാസം നമുക്കറിയാലോ. സ്വാഭാവികമായും എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ അതുപോലെ ബന്ധപ്പെട്ട രേഖകളൊക്കെ നഷ്ടമാകുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് പിന്നീട് ആളുകൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ക്യാമ്പുകൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. അത് വീണ്ടെടുക്കുക എന്നത് ഒക്കെ സാധ്യമാണോ? എങ്ങനെയാണ് ആ ക്യാമ്പുകൾ അവിടെ പ്രവർത്തിക്കുന്നത്? മനു, 14 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഈ അതിജീവിതർക്കാണ് ഇത്തരത്തിൽ നഷ്ടമായ രേഖകൾ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ മേഖലകളിൽ ഇത്തരത്തിൽ തങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ അടക്കം പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായ ആളുകൾക്കാണ് രേഖകൾ വീണ്ടെടുക്കുന്ന നടപടിക്രമങ്ങൾ എളുപ്പത്തിലാക്കുന്നതിന്റെ, സുഗമമാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയുമൊക്കെ സഹായത്തോടെ ആ നടപടികൾ രാവിലെ മുതൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം പലരും ഈ ഒരു ആഘാതത്തിൽ ഇപ്പോഴും മുക്തരായിട്ടില്ല. നിരവധി പേർ ആശുപത്രികളിൽ ഇപ്പോഴും 49 പേരാണ് ആശുപത്രിയിൽ ഇപ്പോഴും മേപ്പാടിയിൽ തന്നെ വിംസ് ആശുപത്രിയിലടക്കം ചികിത്സയിൽ തുടരുന്നത്. സ്വാഭാവികമായി ആ നടപടിക്രമങ്ങൾ അതുകൊണ്ട് വരും ദിവസങ്ങളിലേക്കും തുടരും. വൈകാതെ തന്നെ അവർക്ക് സാധ്യമാകുന്ന രേഖകൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ഡാൻ കുര്യനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഡാൻ നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങൾ തന്നെ നമ്മെ നൊമ്പരപ്പെടുത്തുന്നതാണ്. നഷ്ടമായ മനുഷ്യരുടെ കഥ പറയുന്ന ദൃശ്യങ്ങൾ. ഇതുപോലൊരു ദുരന്തം ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് മറ്റെന്തിനാകും? ഇന്നത്തെ സ്പോട്ട് ലൈവ് ഇവിടെ സമാപിക്കുന്നു. നാളെ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.